ഹായ് എവരിവൺ, നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ജെനറ്റ് ആംസ്ട്രോങ്ങിൻ്റെ ഐ സ്റ്റാൻഡ് വിത്ത് യു എഗൈൻസ്റ്റ് ദി ഡിസോർഡർ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിക്കൽ ആർട്ടിക്കിളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പകുതി ഭാഗത്തോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് എന്താണ് പറയുന്നത് നോക്കാം. As organagans, we say the body is sacred. It is the core of our being, which permits the rest of the self to be. It is the great gift of our existence. Our word for body literally means the land dreaming capacity. The emotional self is that which connects to other parts of our larger selves around us. We use a word that translates as heart. It is a capacity to form bonds with the particular aspects of our surroundings. We say that we as people stay connected to each other, our land and all things by our hearts. The thinking intellectual self has another name in Okanagan. Our word for thinking or logic and storage of information is difficult to translate into English. The words that come closest in my interpretation mean the spark that ignites. We use the term that translates as directed by the ignited spark to refer to analytical thought. In the Okanagan language, this means the other capacities we engage in when we take action are directed by the spark of memory once it is ignited. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഒഗനാഗനെ സംബന്ധിച്ചിടത്തോളം ശരീരം എന്ന് പറയുന്നത് സേക്രഡ് ആണ്, പരിശുദ്ധമാണ്, നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാണ് അതെന്നാണ് ഒഗനാഗൻ പറയുന്നത്. ഒഗനാഗൻ ഭാഷയിൽ ബോഡി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലാൻഡ് ഡ്രീമിംഗ് കപ്പാസിറ്റി എന്നാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വികാരം നമുക്ക് ചുറ്റുപാടുമുള്ള വലിയ കാര്യങ്ങളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണെന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് ഇവിടെ പറയുന്നത്. പിന്നീട് പറയുന്നുണ്ട്, ഒഗനാഗൻ ഭാഷയിലെ ഹൃദയം എന്നർത്ഥമുള്ള വാക്കാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയം വഴിയാണ് മറ്റുള്ളവരുമായിട്ടും നമ്മുടെ ഭൂമിയായിട്ടും മറ്റുള്ള കാര്യങ്ങളുമായിട്ടും നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ചിന്താപരമായ ബുദ്ധിക്ക് ഒഗനാഗനിലെ വേറൊരു പേരാണുള്ളതെന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് പറയുന്നത്. അത് ഒരു ഒറ്റ വാക്കല്ല എന്ന് പറയുന്നുണ്ട്. അത് വിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കത്തിപ്പടർത്തുന്ന ഒരു തീപ്പൊരി എന്നാണെന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് ഇവിടെ പറയുന്നത്. അതിനർത്ഥം ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ജ്വലിക്കുന്ന ഓർമ്മയുടെ ആ തീപ്പൊരിയാണ് അവയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണെന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് ഈ ഒരു ഭാഗത്തായിട്ട് എടുത്തു പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒഗനാഗനെ സംബന്ധിച്ചിടത്തോളം, ഒഗനാഗൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ശരീരം എന്ന് പറയുന്നത് പരിശുദ്ധമായിട്ടുള്ള ഒന്നായിട്ടാണ് അവർ കാണുന്നത്. അത് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പിന്നീട് പറഞ്ഞത് എന്താണ്, ഒഗനാഗൻ ഭാഷയിൽ ബോഡി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലാൻഡ് ഡ്രീമിംഗ് കപ്പാസിറ്റി എന്നുള്ളതാണെന്നാണ് പറയുന്നത്. നമ്മുടെ വികാരം നമുക്ക് ചുറ്റുപാടുമുള്ള വലിയ കാര്യങ്ങളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒഗനാഗൻ ജനത വിശ്വസിക്കുന്നത്. ഒഗനാഗൻ ഭാഷയിൽ ഹാർട്ട് എന്ന് പറയുന്ന എന്നർത്ഥമുള്ള വാക്കാണ് ഇതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തിങ്കിങ് ഇന്റലക്ച്വൽ സെൽഫിന്, അതായത് ചിന്താപരമായ ബുദ്ധിക്ക് ഒഗനാഗൻ ലാംഗ്വേജിൽ വേറൊരു പേരാണുള്ളതെന്നാണ് പറയുന്നത്. അത് ഒരു ഒറ്റ വാക്കല്ല എന്ന് പറയുന്നു. അത് നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കത്തിപ്പടർത്തുന്ന ഒരു തീപ്പൊരി എന്നാണെന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് പറയുന്നത്. അതിനർത്ഥം എന്താണെന്നും പറയുന്നുണ്ട്. എന്താണ് അതിനർത്ഥം എന്ന് പറയുന്നത്, ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ കഴിവുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ജ്വലിക്കുന്ന ഓർമ്മകളുടെ ആ ഒരു സ്പാർക്കാണ് അവയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ജെനറ്റ് ആംസ്ട്രോങ് എടുത്തു കാണിക്കുന്നത്. ഓക്കെ, പിന്നീട് എന്താണ് പറയുന്നത് നോക്കാം. We know that in our traditional Okanagan methods of education, we must be disciplined to work in concert with the other selves to engage ourselves beyond our automatic response capacity. We know too that unless we always join this thinking capacity to the heart self, its power can be a destructive force both to ourselves and to the larger selves that surround us. A fire that is not controlled can destroy.
എന്താണ് ഇവിടെ പറയുന്നത്? അതായത് നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിൽ നമ്മുടെ എല്ലാ ഫാക്കൽറ്റികളും യോജിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഭൗതികമായിട്ടുള്ള കഴിവുകൾ നമ്മുടെ ഹൃദയവികാരങ്ങളുമായി ശരിക്കും കൂട്ടിച്ചേർത്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ മറ്റുള്ളവരും അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് ഇവിടെ പറയുന്നത്. നിയന്ത്രണമില്ലാതെ കത്തുന്ന തീ എല്ലാം കത്തിച്ച് ചാമ്പലാക്കുന്നത് പോലെ ആയിരിക്കും അതിന്റെ ഭവിഷ്യത്ത് എന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് അവിടെ എടുത്തു കാണിക്കുന്നത്. ഓക്കെ, പിന്നീട് എന്താണ് പറയുന്നത് നോക്കാം. The Okanagan teach that each person is born into a family and a community. No person is born isolated from those two things. As an Okanagan, you are automatically a part of the community. You belong. All within family and community are affected by the actions of any one individual. The capacity to bond is critical to individual wellness. Without it, the person is said to be crippled or incapacitated and lifeless. Not to have community or family is to be scattered or falling apart. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഒകനാഗൻ ജനത പഠിപ്പിക്കുന്നത് ഓരോരുത്തരും ജനിക്കുന്നത് ഒരു കുടുംബത്തിലും സമൂഹത്തിലുമാണെന്നാണ് ഇവിടെ ആര് പറയുന്നത്? ജെനറ്റ് ആംസ്ട്രോങ് പറയുന്നത്. ഒരാളുടെ പ്രവൃത്തി കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുമെന്ന് ജെനറ്റ് ആംസ്ട്രോങ് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. മറ്റുള്ളവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്തവൻ എന്താണ്? ക്രിപ്പിൾഡ് ആണ്. ക്രിപ്പിൾഡ് എന്ന് പറയുമ്പോൾ വികലാംഗനും അതുപോലെ തന്നെ ഇൻകപ്പാസിറ്റേറ്റഡ് ആണ്, അതായത് പ്രാപ്തി ഇല്ലാത്തവനും അതുപോലെ തന്നെ ലൈഫ്ലെസ് ആയിട്ടുള്ള ആളുമാണ്, അതായത് ജീവച്ഛവമായിട്ടുള്ള ആളുമായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കുടുംബവും സമൂഹവും ഇല്ലാതെ ആർക്കും തന്നെ നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു കാര്യം കൂടി ജെനറ്റ് ആംസ്ട്രോങ് ഇവിടെ എടുത്തു പറയുന്നു. ഓക്കെ, ഇനി അടുത്ത ഭാഗത്ത് എന്താണ് പറയുന്നത് നോക്കാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ്. എന്താണ് പറയുന്നത് നോക്കാം. ദ ഒകനാഗൻ റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ടു അതേഴ്സ് ബൈ എ വേർഡ് ദാറ്റ് മീൻസ് അവർ വൺ സ്കിൻ. ദിസ് മീൻസ് ദാറ്റ് വി ഷെയർ മോർ ദാൻ എ പ്ലേസ്. വി ഷെയർ എ ഫിസിക്കൽ ടൈ ദാറ്റ് ഈസ് യുണീക്ലി ഹ്യൂമൻ. It also means that the bond of community and family includes the history of the many who came before us and the many ahead of us who share of our flesh. We are tied together by those who brought us here and gave us blood and gave us place. Our most serious teaching is that community comes first in our choices, then family, and then ourselves as individuals, because without community and family we are truly not human. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഒകനാഗൻ ജനത അവരും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ വൺ സ്കിൻ എന്നുള്ളതാണ്, അതായത് നമ്മുടെ ഒരു തൊലി എന്നുള്ളതാണെന്നാണ് അവർ പറയുന്നത്. അതിനർത്ഥം നമ്മളൊരു സ്ഥലം മാത്രം പങ്കിടുന്നു എന്നല്ല എന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് പറയുന്നത്. അതിനർത്ഥം എന്താണ്? അവരൊരു സ്ഥലം മാത്രം പങ്കിടുന്നു എന്നുള്ളതല്ല എന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് പറയുന്നത്. അതിനുപരിയായിട്ട് ശാരീരികമായിട്ടും ഒരു ബന്ധമുണ്ടെന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് ഇവിടെ എടുത്തു പറയുന്നത്. ആ ബന്ധം ഇപ്പോഴത്തെ തലമുറയെ മാത്രമല്ല കഴിഞ്ഞുപോയ തലമുറകളെയും വരാനിരിക്കുന്ന തലമുറകളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒന്നാണെന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് പറയുന്നത്. പിന്നീട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായ പഠിത്തം എന്ന് പറയുന്നത് എന്താണ്? പഠിത്തത്തിൽ ആദ്യം വരുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്. അവരുടെ പഠനത്തിൽ ആദ്യം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹമാണ്. സമൂഹം ആദ്യം വരുന്നു, പിന്നെ കുടുംബം വരുന്നു, പിന്നെയാണ് നമ്മൾ എന്ന വ്യക്തികൾ വരുന്നത് എന്നാണ് ജെനറ്റ് ആംസ്ട്രോങ് പറയുന്നത്. സമൂഹവും കുടുംബവും ഇല്ലാതെ നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒകനാഗൻ ജനത അവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ വൺ സ്കിൻ എന്നാണ് പറയുന്നത്. അതിനർത്ഥം അവർ ഒരു സ്ഥലം മാത്രം പങ്കിട്ടു ജീവിക്കുന്നു എന്നുള്ളതല്ല. അതിനുപരിയായിട്ട് അവർക്കൊരു ആത്മബന്ധം, അവർക്ക് പരസ്പരം ഒരു ആത്മബന്ധമുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ആ ബന്ധം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറയെ മാത്രമല്ല കഴിഞ്ഞുപോയ തലമുറകളെയും ഇനി വരാനിരിക്കുന്ന തലമുറകളെയൊക്കെ കൂട്ടിയോജിപ്പിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ പ്രധാന പഠനത്തിൽ സമൂഹം ആദ്യം വരുന്നു, പിന്നീട് കുടുംബം വരുന്നു, പിന്നെയാണ് വ്യക്തികൾ വരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സമൂഹം കുടുംബവും ഇല്ലാതെ നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജെനറ്റ് ആംസ്ട്രോങ് ഈ ഒരു ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക്
ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ.